നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് 2 കൈയും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിച്ചു, മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു? വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു, മതി, അവിടത്തെ ജീവിതമൊക്കെ മതി, വന്നേരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു നിമിഷം സംസാരിച്ച ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ചും പറയാറുണ്ട്. എനിക്കൊരു ചങ്ങാതി ഉണ്ട്, ഓൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ അനിയന്റെ കല്യാണം നിങ്ങൾ വരണം നിക്കാഹിന്. എനിക്ക് സത്യം പറഞ്ഞാൽ നിക്കാഹിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോ അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ. ഞാൻ ഇവൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, എടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലടാ, എന്തൊക്കെയാ പ്രയാസങ്ങളായി പോയിട്ടോ, എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഓളെന്തേടാ? ഓള് പോയി ഉസ്താദേ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓള് പോയി. എന്ത് പറ്റിയടാ? ഉസ്താദെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേര് ഓള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കാരണമൊന്നും വേണ്ടടോ. എടോ, ഈ പെണ്ണിനും പയ്യനും ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതെങ്ങനെയാ? മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും, ഇനി അവൻ വിളിച്ച ഫോൺ എടുത്തേക്കരുത്, ഓഫാക്കി വെച്ചേക്കാൻ. ഇന്നത്തെ ഉമ്മയാ പറയണേ, അവൻ വിളിച്ചാ ഇനി എടുക്കരുത്, ബ്ലോക്കാക്കി വെച്ചേരെ. കാരണം സംസാരിച്ച മനസ്സു മാറിപ്പോയാലോ. എന്നാലും ഉമ്മ ഇവിടെ പെണ്ണും പിള്ളയെക്കാളും വാശി ആർക്കാ? ഈ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്കാ. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അവള്. അമ്മായിയമ്മ അങ്ങനെയാണ് സംസാരിക്കണ്ടേ? അമ്മായിയപ്പന വാശിയടോ, ഈഗോ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഞാനെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലൊരിക്കെ സാധാരണ ഈ മസ്ലിഹത്തിന് ഞാൻ ഇരിക്കാറില്ല. അന്ന് വെള്ളിയാഴ്ച ഒരു മസ്ലിഹത്ത് വന്നു, കാരണം വലിയൊരു കുടുംബമായിരുന്നത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ എല്ലാ ചർച്ചകളും അവസാനിച്ചു. ഈ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് വരെ ഉണ്ട്, എല്ലാം എഴുതി കൊണ്ടുവന്നിരിക്കുക കമ്മിറ്റി ഓഫീസിൽ. കഷ്ടകാലത്തിന് എന്നോട് പറഞ്ഞു, 40 പേര്. എന്നാ ബഹളവും അറിയോ അതിനകത്ത് കിടന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നപ്പോ, എന്തേ ഉസ്താദെ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കണ്ട, ആ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി എന്താ സംസാരിക്കാനാ? ഓനാവാസി, എല്ലാം കഴിഞ്ഞല്ലേ, ഇനി എന്താ സംസാരിക്കുക? എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലേ, ഇനി കൊടുത്തതൊക്കെ എഴുതി വാങ്ങണം, പോണം. അപ്പൊ ഈ പയ്യന്റെ വാപ്പ പറഞ്ഞു, എന്താ ഉസ്താദ് സംസാരിച്ചാൽ കുഴപ്പമെന്താ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരോടുള്ള വാശിക്ക് പറഞ്ഞു. എന്തേ ഖത്തീബ് സംസാരിച്ച എന്തേ? അങ്ങനെ എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവർ 2 പേരെയും വിളിച്ചു, മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. സുബ്ഹാനല്ലാഹ്, അവിടെ ബദറും ഉഹദും ഹന്തക്കും ഹൈബറൊക്കെ ഒരുമിച്ച് നടന്നിട്ടോ. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അല്ലാ, എടാ വാടാ പോടാ അടിവരെ നടന്നിടോ അതിനകത്ത്. എന്നാലും ഞാൻ മിണ്ടാതെ ഇരുന്നു. ഒരു ഉസ്താദ് എന്ന പരിഗണന നൽകിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു പറഞ്ഞു തീരട്ടെ. അങ്ങനെ 2 പേരും പറഞ്ഞു ക്ഷീണിച്ചു. കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു. ഞാൻ അവസാനം ചോദിച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അനിയാ ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഇവളുടെ കൂടെയോ? ഇല്ല ഉസ്താദേ. അങ്ങനെ എല്ലാ ചർച്ചയും പാളി. അവസാനം 8ാമത്തെ അടകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും താഴെ ചെന്ന് ഒപ്പിട്ടാൽ നിങ്ങൾ 2 പേരും 2ആയി പിരിയാൻ പോവുകയാ. എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോ. എന്തായാലും നിങ്ങൾ പിരിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചപ്പോൾ പലതും പറഞ്ഞിട്ടില്ലേ, ചീത്ത വിളിച്ചിട്ടില്ലേ, അടിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഒന്ന് പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ, 2 എണ്ണം പോയി ഒപ്പിട്ടിട്ട് പൊക്കോ, ഞാൻ വിട്ടു, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് മദ്രസയുടെ വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. എനിക്ക് വല്ലാത്ത ബേജാറായി. കാരണം അടിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട്. ഇവർ 2 പേരും എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. വല്ലാത്ത പേടിയായി. 5 മിനിറ്റ് കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോ ഞാൻ വാതിൽ തെള്ളി തുറന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോ 2ഉം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല. പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി ഈ പള്ളിപ്പറമ്പിലെ കബറങ്കാടിൻ്റെ സൈഡേ ഒരു വഴിയുണ്ട്, ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക്, വീട്ടിൽ പോകരുത്. അള്ളാഹു ഈമാനിനുമാറാകട്ടെ. ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം, അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ, അവരുടെ വാശിയാ. നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നു അവർക്ക് വിഷയമില്ല, വാശി. 2 പേരും അതിലേ ഇറങ്ങിപ്പോയി. ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഇന്ന് പല കുടുംബജീവിതത്തിലും. ഇവിടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. കാരണം ഇവർ സംസാരിക്കാൻ വിടത്തില്ല, അവര് സംസാരിക്കാൻ വിടത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പ എല്ലാ വാശി, എല്ലാത്തിനും വാശി.
വാളെടുത്തവനൊക്കെ എന്താ പറയാ, വാളെടുത്തവനൊക്കെ എന്ന് പറയുന്നത് എല്ലാരും ഇങ്ങനെ നിൽക്കുക, വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ വേണ്ട വേണ്ട വിടണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കടോ. അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല. ആ ഉപ്പ ആ മകളോട് ചോദിച്ച ചോദ്യം, മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന വിവരം എന്തെന്നറിയോ? അറിയില്ല ഉപ്പ. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും നബിതങ്ങൾ പറഞ്ഞു, നീ എന്ത് ചെയ്താലും പ്രതിഫലം. അള്ളാന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഭക്ഷണം വെച്ചാൽ, വസ്ത്രം കഴുകിയാൽ, വീട് തൂത്താൽ, നീ ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താ, മക്കളെ വളർത്തിയാ, എന്ത് ചെയ്താലും അള്ളാഹു തരുന്ന പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഫാത്തിമ ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്, ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ അടിമയെ ലഭിക്കുന്നതിനേക്കാ അള്ളാഹുവിന്റെ മുമ്പിൽ പുണ്യമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ വേണോ? അള്ളാഹുടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? ഫാത്തിമ പറഞ്ഞു, എന്താ വാപ്പാ, എനിക്ക് നന്മയാണ് വേണ്ടത്, എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത നന്മ എന്താ? ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ, ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്ന ദിവസവും പറഞ്ഞു പെങ്ങള്, ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ പറഞ്ഞിരുന്ന നന്മയാ. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിനു ശേഷം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല, മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞ ഒരു നന്മയാണോ? ചിലപ്പോ വയത് കേൾക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കും, ഉസ്താദ് ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ ഇത് പറയാനാണോ ഇത്രയും നേരം എടുത്തത്? ഇത് പറയാനാണോ ഉസ്താദേ? കാരണം ഇതിന്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ. ഇത് ചെറുതാണെന്ന് തോന്നുന്നത് നമുക്കിതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുകയാണ്, പാവപ്പെട്ട മുഹാജിറായ പാവപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ സ്വർഗം മുഴുവനും പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജ് ചെയ്യുന്നു, അവര് ഉംറ ചെയ്യുന്നു, അവര് സദഖ കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു. അല്ലാഹുവേ പ്രതിഫലം മുഴുവനും പണക്കാർക്കാണ്. ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നുമില്ലേ നബിയേ? ഞങ്ങൾ ഏത് കാലത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ്? ഏത് കാലത്ത് പോയി ഉംറ ചെയ്യാനാണ്? നബി തങ്ങളോട് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അൻസായ പാവപ്പെട്ട സഹാബത്ത് ചോദിച്ചു, നബിയെ പ്രതിഫലം മുഴുവനും പണക്കാർക്കാ. കാരണം അവർ ഹജ്ജിന് പോകും, അവർ ഉംറയ്ക്ക് പോകും, അവര് സദഖ കൊടുക്കും, അവര് സക്കാത്ത് കൊടുക്കും. ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ പോലും വേറെ ഒന്നുമില്ല. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ഹജ്ജിന് പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത്? അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, എന്തേ നബിയോ ഒന്ന് പറഞ്ഞതാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? എടോ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ വേണോ വേണ്ടേ? വേണോ? എന്താ നന്മ? നിസ്കാരം കഴിഞ്ഞിട്ട്, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലിയിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ
ഈ ദിക്റ് പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ